ഞാൻ ആൾറെഡി പറഞ്ഞതാണല്ലോ. ആ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അതേമാതിരി തന്നെ ചെയ്ത് ഇല്ലാത്തൊന്ന് ജസ്റ്റ് ബ്രോ ഈ സാൻഡ്വിച്ച് ഉണ്ടാക്കിയ ഈ കുട്ടികൾക്ക് ഉണ്ടാക്കുമ്പോ ഇത്ര ടൊമാറ്റോ സോസ് ഒക്കെ ഒഴിക്കാൻ പറ്റുമോ? ആൾറെഡി അത് അത്ര ബുദ്ധിമുട്ടല്ല ആളുകൾക്ക്. ആ ഞാൻ ആൾറെഡി പറഞ്ഞതാണല്ലോ. ആ നിങ്ങളൊരു ഇതൊക്കെ ആകെ കെമിക്കലല്ലേ ഈ ടൊമാറ്റോ സോസും കാര്യങ്ങളെല്ലാം. എല്ലാവർക്കും ആകെ കുറക്കുന്നതല്ലേ നല്ലത്. ആ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അതേമാതിരി തന്നെ ചെയ്ത്. അപ്പൊ വേറെ ആരുണ്ടാക്കി പറഞ്ഞാൽ നിങ്ങളുണ്ടാക്കി? ഇപ്പൊ തിന്നതിനിപ്പോ നമ്മള് എന്ത് പറയാൻ പറ്റാ? അല്ല എന്നാലും അതിന് കുഴപ്പമില്ല. മക്കള് കഴിച്ചില്ല. ഇനിയിപ്പോ എന്താ? എന്നാ കുഴപ്പമില്ല. ഇല്ലാത്തൊന്ന് ജസ്റ്റ് കുഴപ്പമില്ല സാരല്ല. അല്ല വേറെ കൊണ്ടുവന്നാലും കുഴപ്പമില്ല. അല്ല അത് കുഴപ്പമില്ല. കുട്ടികൾ തിന്നാല്ലേ. ഒന്നിനെ വെച്ചിട്ടുള്ളൂ. പക്ഷെ അതിന്റെ തീരെ വേണ്ട. അതായത് കുറച്ചുണ്ടാലും കുഴപ്പമില്ല. കാരണം പിള്ളേർ കഴിക്കുന്നതുകൊണ്ട് ഇവർക്ക് ഈ ടൊമാറ്റോ കെച്ചപ്പ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് അത് കുറച്ച് കൊണ്ടുവരായിരുന്നു. അപ്പൊ നിങ്ങള് എന്തായാലും കുഴപ്പമില്ല. അഡ്വാൻസ് ഹാപ്പി ബർത്ത്ഡേ. സോറി സർ. അഡ്വാൻസ് ഹാപ്പി ബർത്ത്ഡേ. ബർത്ത്ഡേ ആണോ? നാളെ ബർത്ത്ഡേ ആണോ? ഷോയം ടെൻഷൻ അടിക്കണ്ട. പേടിക്കണ്ട പേടിക്കണ്ട. എങ്ങനെയുണ്ട്? സർപ്രൈസ് വിളിച്ചില്ലേ? പേടിച്ചാ? സാൻഡ്വിച്ച് ഒക്കെ അടിപൊളിയല്ല. അപ്പൊ തന്നെ ഫിനിഷ് ആക്കി. ചുമ്മാ ഞാൻ തീരെ ശ്രദ്ധിച്ചില്ല. 6 മണിയാണ്. അപ്പൊ ഹാപ്പി ബർത്ത്ഡേ. അഡ്വാൻസ് ഹാപ്പി ബർത്ത്ഡേ. നാളല്ലേ? ആരാണപ്പോ? പെട്ടെന്ന് ടെൻഷനായോ? ടെൻഷനായിട്ടൊന്നുമില്ല. സാൻഡ്വിച്ച് ഒക്കെ അടിപൊളി കേട്ടോ. ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഞാൻ. അപ്പൊ ഹാപ്പി ബർത്ത്ഡേ. അപ്പൊ സ്നേഹിക്കാനും ഇങ്ങനെ ബർത്ത്ഡേ ഗിഫ്റ്റ് തരാനൊക്കെ ഒരാളുണ്ട്. അപ്പൊ എന്തായാലും നാട്ടിൽ പെട്ടാ മതി. പേടിപ്പിച്ചാലോ? വിഷമിപ്പിച്ചാ? പെട്ടെന്ന് ഷോക്കായില്ലേ? അപ്പൊ ഷുവറാ അപ്പൊ ഷുവറാണ്. അതിന്റെ പേരെന്താ? എന്താ എഴുതിക്കണേ? ഞാൻ എന്താ എഴുതിക്കണ? ആരമണിയാ? എന്താ എഴുതിക്കണ്? എന്റെ കൂട്ടുകാരനാ. പാരാ. അപ്പൊ വീണ്ടും വീണ്ടും സർപ്രൈസ് ആയി. ആരായിരിക്കും? സത്യമായിട്ട് അറിയില്ല. അതങ്ങനെ ഒരു ഫ്രണ്ടാണ്. ആള് സർപ്രൈസ് ആയിട്ട് വെച്ചിരിക്കാണ്. അത് പറഞ്ഞിട്ടുണ്ട്, പറയണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. 12 മണിക്ക് ശേഷം സ്റ്റാറ്റസ് വെക്കും, അപ്പ അറിയാന്ന് പറഞ്ഞിരിക്കണേ. അപ്പൊ ഇത് ചെക്ക് ചെയ്യും എല്ലാരും സ്റ്റാറ്റസ്. അങ്ങനെ ഒരു അജ്ഞാതനായിട്ടുള്ള ഒരാളുണ്ട്. ആരായിരിക്കും? ഇല്ലല്ലേ? അപ്പൊ എന്തായാലും വാട്സപ്പിലെ സ്റ്റാറ്റസിൽ വരും.
ഈ ഫോട്ടോസ് എല്ലാം സ്റ്റാറ്റസ് ആരാണോ വെക്കുന്നത് അയാളായിരിക്കും. നിന്റെ ഫ്രണ്ട് തന്നെയാണ്. അപ്പൊ നീ ജസ്റ്റ് ഒന്ന് ഹാപ്പി ബർത്ത്ഡേ. ഇനിയുണ്ട്. ആ സീരോന് കൊടുക്കണോ? അതിമ എഴുതിയിട്ടില്ല. സാൻഡ്വിച്ച് ഒക്കെ എന്തായാലും അടിപൊളി കേട്ടോ. മക്കളൊക്കെ പെട്ടെന്ന് കഴിച്ചു. ഞങ്ങൾ പോകുമ്പോ ഒന്നും കൂടി കാണിച്ചിട്ടായിരുന്നു കേട്ടോ. അതൊക്കെ അടിപൊളി. ഭക്ഷണത്തിന് പേർക്ക് കുറ്റം പറയാൻ പാടില്ല. അങ്ങനെ ഒരു ജസ്റ്റ് പ്രാങ്ക് ചെയ്യേണ്ടതുകൊണ്ട് അങ്ങനെ പറഞ്ഞാട്ടോ. ഓക്കെ, അപ്പൊ എന്തായാലും ഹാപ്പി ബർത്ത്ഡേ. ആള് 12 മണിക്ക് ശേഷം നിനക്കറിയാം സ്റ്റാറ്റസിൽ കാണാന്ന് പറഞ്ഞിരിക്കണേ. പറയണ്ടെന്ന് പറഞ്ഞിരിക്കണേ. എന്തായാലും എന്റെ ഒറ്റ ഫ്രണ്ടാണ്. എന്തായാലും ഹാപ്പി അല്ലേ? എന്താണ് അജ്ഞാതനായിട്ടുള്ള ആളോട് പറയുള്ളത്? ഞാൻ ഒരിക്കലും സത്യം ഞാനത് വേറെ ആളെ പേര് പറഞ്ഞു. എക്സ്പെക്ട് ചെയ്തില്ല. സന്തോഷായില്ലേ? സന്തോഷമായില്ലേ? ആളിപ്പോ കരയണ ലെവലിൽ. കരയണ്ട അന്നാലും അത് ഹാപ്പിയാണ്. സന്തോഷത്തിന്റെ കണ്ണീരാണ്. കണ്ണൊക്കെ ചോത്ത് സംഭവം. അപ്പൊ ഇൻഷാല്ലാ ഞങ്ങൾ വരട്ടെ. ഞങ്ങൾ അബുദാബിയാണ്. എന്തായാലും ഒരിക്കൽ കൂടി ഹാപ്പി ബർത്ത്ഡേ. അല്ല ഞങ്ങൾക്ക് ഒരു സാൻഡ്വിച്ച് വേണം. സാൻഡ്വിച്ച് അടിപൊളിയാണ്. ഒരു സാൻഡ്വിച്ച് ഒന്നുകൂടി അപ്പൊ ഇൻഷാല്ലാ ഞങ്ങൾ വരട്ടെ. ഒരു സാൻഡ്വിച്ച് കൂടി എടുക്കുക എന്തായാലും. ഓക്കെ, താങ്ക് യു.